എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഡോക്ടർ പി വിജയൻ സാറിൻ്റെ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ 9ാമത്തെ അധ്യായമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ അധ്യായത്തിൻ്റെ പേര് യഥാർത്ഥ പങ്കാളിത്തം എന്നാണ്. യഥാർത്ഥ പങ്കാളിത്തം എന്ന്. ഇപ്പോൾ ഇത് ബിസിനസ്സിൽ എങ്ങനെ വളർച്ച നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പുസ്തകം. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പങ്കാളിത്തം, അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥ പങ്കാളിത്തം, അത് ആദ്യം പങ്കാളിത്തം ഉണ്ടാകേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്. യഥാർത്ഥ പങ്കാളിത്തം എന്ന് പറയുന്നത്, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പങ്കാളിത്തം എങ്ങനെയായിരിക്കണമോ അതിനനുസരിച്ചാണ് ബിസിനസ്സിലും പങ്കാളിത്തത്തെ അല്ലെങ്കിൽ ബിസിനസ്സിലെ വളർച്ച എന്നതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ ബേസിക്കായ സാരാംശം. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായെന്ന് പറഞ്ഞാലും കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ വിജയിച്ചില്ല എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് എത്ര നേട്ടം ഉണ്ടായെന്ന് പറഞ്ഞിട്ടും അതിനെ നമ്മൾ എന്താ പറയുന്നത്, അദ്ദേഹത്തെ അതൊരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്ന്. അതായത് കുടുംബജീവിതത്തിലെ ഐക്യവും അല്ലെ അവരുടെ ആ ദാമ്പത്യ ജീവിതത്തിലെ ഐക്യം, അല്ലെങ്കിൽ ആ നല്ലൊരു പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ, നല്ല യൂണിറ്റിയോട് കൂടിയാണ് പോകുന്നതെങ്കിൽ, പരസ്പര സ്നേഹത്തോടെയും ധാരണയോടെയാണ് പോകുന്നതെങ്കിൽ, അത് അവരുടെ അവരുടെ തൊഴിൽ മേഖലയിലും അല്ലെങ്കിൽ ബിസിനസ്സിലും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തന മേഖലയിലും ഊർജവും ചൈതന്യവും ഒക്കെ നിറയ്ക്കുന്നു എന്നാണ് പഠനങ്ങൾ നമ്മളെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അതുപോലെ എന്താണ് ഒരു കുടുംബജീവിതത്തിലും അതുപോലെ ബിസിനസ്സിലും വിജയിക്കണമെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും റോൾ എന്തായിരിക്കണം എന്നാണ്. ശരിക്കും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും റോൾ എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇമോഷണൽ മെൻറ്ററുടെ റോളാണ്. ഒരു ഇമോഷണൽ മെൻറ്റർ എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം താങ്ങും പരസ്പരം സപ്പോർട്ടും അല്ലെങ്കിൽ പിന്തുണയായിട്ട് നിൽക്കുന്നതാണ്. ആ ഒരു വൈകാരികമായ പിന്തുണ നൽകാൻ ഭാര്യയ്ക്കും ഭർത്താവിനും കഴിയുമ്പോഴാണ് ഒരു ബിസിനസ് ആണെങ്കിലും അവരുടെ കുടുംബത്തിലാണെങ്കിലും വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പുരുഷന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച്. പുരുഷന്മാരുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പുരുഷന്മാർ പൊതുവെ ധൈര്യശാലികളാണ്, വലിയ ബോൾഡാണെന്നൊക്കെ. പക്ഷേ എല്ലാ മനുഷ്യരും, പുരുഷനാണെങ്കിലും നമ്മൾ പറയുന്ന ബോൾഡാണെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവർക്കും മനസ്സും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു വിഷമങ്ങളെയും സങ്കടങ്ങളെയും മനസ്സിലാക്കാൻ, അതായത് നമ്മൾ പറയാറുണ്ട് പൊതുവെ പുരുഷന്മാർ കരയാറില്ല എന്ന്. പക്ഷേ ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് പുരുഷൻ തൻ്റെ സങ്കടം പറയാനും അല്ലെങ്കിൽ കരയണോ ഏതൊരു വൈകാരികമായ അവസ്ഥയിലാണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. അപ്പം ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഒരു സാമ്പത്തികമായ പ്രശ്നമോ അല്ലെങ്കിൽ തളർച്ചയോ സാമ്പത്തിക തകർച്ചയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ വീഴ്ചയോ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഭാര്യയിൽ നിന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു സാന്ത്വനം, അമ്മയുടേതായ ഒരു സാന്ത്വനം ആയിരിക്കാം ആഗ്രഹിക്കുന്നത്. ആ ഒരു സാന്ത്വനവും വാത്സല്യവും തിരിച്ചു കൊടുക്കാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞെങ്കിൽ ആ ഒരു കുടുംബജീവിതം വിജയിച്ചു എന്ന് നമുക്ക് പറയാം. കാരണം സ്ത്രീക്ക് അതിന് 100% കഴിയുകയും ചെയ്യും. കാരണം സ്ത്രീയുടെ പ്രത്യേകതയാണത്. സ്ത്രീക്ക് പല റോളുകളും ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ കഴിയും. അമ്മയുടെ റോളാണെങ്കിലും ഭാര്യയുടെ റോളാണെങ്കിലും ഒരു സഹോദരിയുടെ റോളാണെങ്കിലും മകളുടെ റോളാണെങ്കിലും എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് സ്ത്രീ. അപ്പോൾ ആ സ്ത്രീക്ക് ഭർത്താവിൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തെ കരുതുവാനും സ്നേഹിക്കുവാനും കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതം വിജയിച്ചു എന്ന് നമുക്ക് പറയാം. 100% വിജയം തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇടപെടുന്ന ഒരു ഭാര്യയോട് ഭർത്താവിനും വൈകാരികമായിട്ടൊരു അടുപ്പം ഉണ്ടാകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുക തന്നെ ചെയ്യും. കാരണം പരസ്പരം ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാനും കരുതാനും അല്ലെ സാന്ത്വനിപ്പിക്കാനും തയ്യാറാവുമ്പോൾ അവരുടെ കുടുംബത്തിലെ ആ ബന്ധത്തിന് വളർച്ച ഉണ്ടാകുക തന്നെ ചെയ്യും. അത് അങ്ങനെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യ ഒരിക്കലും ഒരു ഭർത്താവ് കൈവിടില്ല.
അപ്പോൾ അങ്ങനെ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ആ ഒരു ബന്ധം, അങ്ങനെ ഒരു പരസ്പര സ്നേഹമുള്ള ഒരു കുടുംബം ഒരിക്കലും തകർന്നു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു തകർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ അവർക്ക് അതിനെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇനി വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ജീവിത പങ്കാളിയെ വീടിനകത്ത് തന്നെ തളർച്ചിടാതെ അല്ലെങ്കിൽ അവരെ വീട്ടിൽ തന്നെ ഇരുത്താതെ അവരുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കി അവരെ സപ്പോർട്ട്, അല്ലെ അവരുടെ ഉള്ളിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അവരെ മുമ്പോട്ട് കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലെ വിജയത്തിലേക്ക് എത്തിക്കാൻ, അവരുടെ പ്രവർത്തന മേഖലയുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഭർത്താവിന് കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതം വിജയമാണ് 100%. ആ കുടുംബജീവിതവും വിജയിക്കും, അതോടൊപ്പം അവരുടെ പ്രവർത്തന മേഖലയും വിജയിക്കും. അത് ബിസിനസ്സിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും 100% വിജയിക്കുക തന്നെ. കാരണം ഭാര്യയ്ക്ക് സ്നേഹവും സപ്പോർട്ടും ചെയ്യാൻ ഭർത്താവിന് കഴിയുമെങ്കിൽ അവിടെ വിജയിക്കുക തന്നെ, വിജയം ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെ ഒരിക്കലും ഭാര്യയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ആ പരസ്പരമുള്ള സ്നേഹം അല്ലെങ്കിൽ ആ പരസ്പരമുള്ള ബന്ധം ഒന്നുകൂടെ ഊഷ്മളമാകുമെന്ന് നമുക്ക് പറയാം. ഇനി അത് ചില സാഹചര്യങ്ങളുണ്ട്, ചില പുരുഷന്മാർ ചിന്തിക്കും, എന്തിനാണ് ഭാര്യയെ ഈ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അറിയിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, സ്ത്രീക്ക് അതിനുള്ള ശക്തിയില്ലല്ലോ, അല്ലെങ്കിൽ അവർ ദുർബലയാണല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അതൊരു ശരിയായ തീരുമാനമല്ല എന്നാണ് പറയേണ്ടത്. കാരണം സ്ത്രീക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഒരു പുരുഷന്മാരെക്കാളും വേണമെങ്കിൽ ഒരു പടി മുമ്പിലുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനോ അല്ലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്കുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പുരുഷന്മാർ, നമുക്ക് അറിയാം, ചിലർ മദ്യപാനത്തിലും മയക്കുമരുന്നിലും അങ്ങനെ പലവിധമായ ഇതിലേക്ക് തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ട്. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ച് എത്ര പ്രതിസന്ധികൾ ഉണ്ടായെന്ന് പറഞ്ഞാലും അവർ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുക തന്നെ ചെയ്യും. അവരവരുടെ മനഃശക്തി കൊണ്ട് തന്നെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ശക്തി സ്ത്രീക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഒരു ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായാൽ ആ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഒഴിവാകും. കാരണം സ്ത്രീക്ക് കഴിയില്ലല്ലോ, അല്ലെ സ്ത്രീക്ക് അതിന് സാധിക്കില്ലല്ലോ എന്നുള്ള ആ ചിന്ത ഒഴിവായി പോകും. പിന്നെ നമുക്കിതിനകത്തുനിന്ന് അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്, സ്ത്രീയുടെ കഴിവെന്താണെന്ന്. അപ്പോൾ ആത്മവിശ്വാസത്തോടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പങ്കാളി അവരുടെ ജീവിതത്തിലും അവരുടെ ബിസിനസ്സിലും വിജയം ഉണ്ടാകുമെന്നുള്ളതിന് നമ്മൾ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പം നമുക്കറിയാം, ലോകത്തിൽ ഒരുപാട് പേരുണ്ട് ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത് നല്ല ബിസിനസ് സ്ഥാപനങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനാണ് മുകേഷ് അംബാനി. അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ആ കൂടുതൽ എപ്പോഴും പറയുന്നൊരു പേരുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ നീത അംബാനിയുടെ. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരും നല്ല സഹകരണം, പരസ്പരം ബിസിനസ്സിൽ അവർ നല്ല വിജയമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് അതിനകത്ത് അവരുടെ കുടുംബപരമായിട്ട് സമ്പത്തുള്ളവരായിരുന്നു, പാരമ്പര്യമായിട്ട് സമ്പത്തും ധനികരായിരുന്നു ഇവർ. പക്ഷേ ഈ ഇൻഫോസിസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയേണ്ടി വരും. കാരണം ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന്, വെറും സാധാരണക്കാരുടെ ആ സാഹചര്യത്തിൽ നിന്ന് ഇന്നത്തെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ന് ലോകം മുഴുവനും ആരാധിക്കുന്ന പ്രശസ്തരായ 10 CEO-മാരിൽ ഒരാളാണ് ഇൻഫോസിസിൻ്റെ ഈ നാരായണമൂർത്തി. അപ്പോൾ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് എത്തിയത് എങ്ങനെയാണെന്ന്, അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഈ കർണാടക സംസ്ഥാനത്തിലെ ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഈ സുധ എന്ന പെൺകുട്ടി. പക്ഷേ ഇവർക്ക് എൻജിനീയറിങ്ങിന് പഠിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ അച്ഛനമ്മമാരൊക്കെ ആയിട്ട് ഇവരെ എൻജിനീയറിങ് പഠിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം ഇത്രയും വലിയ ഭയങ്കര കഠിനമായ കോഴ്സാണിത്, അത് നിന്നെക്കൊണ്ട് സാധിക്കില്ലെന്നൊക്കെ ഇവർ പറഞ്ഞ് ഈ പെൺകുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒത്തിരി ശ്രമിച്ചു.
പക്ഷേ അവസാനം പറഞ്ഞു പരീക്ഷയിൽ നീ തോറ്റു പോകും, അവസാനം നിനക്ക് നല്ലൊരു വിവാഹം പോലും നടക്കില്ല, നല്ലൊരു പയ്യനെ പോലും കിട്ടില്ല എന്നൊരു വരെ പറഞ്ഞു നോക്കി. പക്ഷേ ഈ പെൺകുട്ടി അവളുടെ ആ ഒരു നിശ്ചയദാർഢ്യം, അവരുടെ ആ ആഗ്രഹത്തിൽ അവർ ഉറച്ചു നിന്നു. അവസാനം എൻജിനീയറിംഗ് പഠിപ്പിക്കാൻ ഇവരുടെ അച്ഛനമ്മമാർ തയ്യാറായി. കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെന്നു. അവിടെ അഡ്മിഷൻ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കോളേജുകാർ ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടി മാത്രം അവർ അഡ്മിഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സുധ ആ ഒരു ഡിമാൻഡിൽ ഉറച്ചു നിന്ന് എനിക്ക് അഡ്മിഷൻ വേണം, എനിക്ക് എൻജിനീയറിംഗിന് പഠിക്കണം എന്നുള്ളത്. അവസാനം പ്രിൻസിപ്പാൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ആൺകുട്ടികളോടൊന്നും സംസാരിക്കാൻ പാടില്ല, അവരുടെ കൂടെ ക്യാൻറ്റീനിൽ പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ നിബന്ധനകളുണ്ടെങ്കിൽ മാത്രം ഞാൻ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെൺകുട്ടി പറഞ്ഞു, ശരി ഞാൻ സമ്മതിച്ചു, ക്യാൻറ്റീനിൽ പോകില്ല, പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു പെൺകുട്ടിയില്ല, വേറൊരു കുട്ടിയില്ലാത്ത സ്ഥാനത്ത് ഒരു ആൺകുട്ടിയോട് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ അത് പോസിബിളായ കാര്യമല്ല എന്ന് അവസാനം പ്രിൻസിപ്പാളിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം ഒന്ന് അയഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവർ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായി സുധ. പക്ഷേ ഒരു പെൺകുട്ടി പോലും ഇല്ലാത്തൊരു കോളേജിൽ ഇവർക്ക് വേണ്ടിയിട്ട്, പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ടോയ്ലറ്റ് പോലും ഉണ്ടായിരുന്നില്ലെന്നുള്ളതാണ് ശരിക്കും അന്നത്തെ അവസ്ഥ. എങ്കിലും ഇവർ വാശിക്ക് പഠിച്ചു. എല്ലാ ആൺകുട്ടികൾ ചെയ്യുന്ന എല്ലാ ജോലികളും ഇവർ ചെയ്തു. എന്നുവെച്ചാൽ വയറിങ്, വെൽഡിങ്, സോൾഡറിങ്, ഇലക്ട്രിക്കൽ വർക്ക്, എല്ലാ മരപ്പണി വരെ എന്ന് വെച്ചാൽ എല്ലാ ജോലികളും ഇവരും ചെയ്തു. അങ്ങനെ വാശിക്ക് പഠിച്ച്, മറ്റ് ആൺകുട്ടികൾക്കൊക്കെ പഠനം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ ഈ സുധയെ സംബന്ധിച്ച് ഇത് അവരുടെ ജീവിത സമരം കൂടിയായിരുന്നു. കാരണം വീട്ടുകാരുടെ മുമ്പിലും വാശിക്കാണ് ഈ എൻജിനീയറിംഗ് പഠിക്കാനായിട്ട് അഡ്മിഷൻ മേടിച്ചിരിക്കുന്നത്, അതുപോലെ കോളേജിലും. അപ്പോൾ ഇവരുടെയൊക്കെ മുമ്പിൽ തോൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു വാശി. അങ്ങനെ ഇവർ നന്നായിട്ട് പഠിച്ചു, ഫുള്ളായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ച് അങ്ങനെ കോളേജിൽ ആ ഒരു സമയത്ത് എന്തൊക്കെ മെഡൽ കോളേജിന് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ സുധയുടെ പേരിലുള്ളതായിരുന്നു എന്നാണ്. അങ്ങനെ എൻജിനീയറിംഗ് പാസ്സായിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ ടാറ്റയുടെ നേതൃത്വത്തിലുള്ള ടെൽക്കോ എന്ന് പറയുന്ന കമ്പനിയിലേക്കൊരു ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചോട്ട് പരസ്യം കാണുന്നത്. പക്ഷേ അതിനകത്ത് ആ പരസ്യത്തിൻ്റെ അടിയിലൊരു കുറിപ്പും കൂടി ഉണ്ടായിരുന്നു, വനിതകൾ അപേക്ഷിക്കേണ്ടെന്ന്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു വിഷമം തോന്നി. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ഡയറക്റ്റ് ഈ ടാറ്റയുടെ JRD ടാറ്റയ്ക്ക് ഇദ്ദേഹം ഈ പെൺകുട്ടി ഒരു എഴുത്തയച്ചു. അങ്ങനെ അവസാനം ഇവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ പാസ്സായി ഈ പൂനെയിലുള്ള ടെൽക്കോ കമ്പനിയിൽ ഇവർ ജോലിക്ക് പ്രവേശിച്ചു. അങ്ങനെ അവിടെ വെച്ചാണ് സുധാ നാരായണമൂർത്തിയെ കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതൊക്കെ. അങ്ങനെ വിവാഹം ഇവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇദ്ദേഹം ചോദിച്ചു, ഞാനൊരു കമ്പനി തുടങ്ങാൻ പോവുകയാണെന്ന്. അപ്പോൾ എന്ത് കമ്പനി? അപ്പോൾ കമ്പ്യൂട്ടർ കമ്പനി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഈ സുധ അമ്പരന്ന് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ കമ്പനി എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ അന്ന് പറയും. അപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു, താങ്കൾക്ക് ഇപ്പം ഇദ്ദേഹത്തിന് അങ്ങേക്ക് നല്ലൊരു ജോലിയുണ്ട്, മകളുണ്ട്, ഇനി 3 പെങ്ങന്മാരുണ്ട്, അവരുടെ കല്യാണം കഴിയാനുണ്ട്, ഇതൊക്കെ വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ബിസിനസ് നടത്തി പരിചയമൊന്നുമില്ല, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിദേശത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ കേട്ട ഒരു കാര്യമുണ്ട്. കാരണം ജപ്പാൻ്റെയും ചൈനയുടെയും ജർമ്മനിയുടെയും ഒക്കെ സാധനങ്ങളെക്കുറിച്ച്. അപ്പം നാളെ അതുപോലെ ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആണ് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് പറയണം. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെക്കുറിച്ചല്ലേ ആ ഒരു ലക്ഷ്യം, കമ്പനിയെക്കുറിച്ച് ഒരു നല്ലൊരു ദർശനം ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ച് കയ്യിലുണ്ടായിരുന്ന 10,000 രൂപയും കല്യാണത്തിന് കിട്ടിയ കുറച്ച് സ്വർണവും 14 പവൻ്റെ ആഭരണമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം എടുത്ത് കൈ കൊടുത്തു. അങ്ങനെ ഇവർ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പം അദ്ദേഹം ഈ സുധ ചോദിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ റോൾ എന്താണ് ഇതിനകത്തുനിന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുടുംബം നടത്തണം, അതാണ് നിൻ്റെ റോള്. അങ്ങനെ ഇവർ സമ്മതിച്ചു. ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ കമ്പനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ഈ സ്ഥാപനം തുടങ്ങാൻ ഒരു ലോൺ കൊടുക്കാൻ പോലും അന്ന് ഒരു വ്യക്തി, ഒരു ബാങ്ക് ഒന്നും തയ്യാറല്ലായിരുന്നു. കാരണം ഇവർ സ്ഥാപനം തുടങ്ങാനുള്ളത് ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് ഈടായിട്ട് നൽകാനുള്ളത്? ഈട് കൊടുക്കാൻ ഇവരുടെ കയ്യിലൊന്നുമില്ല.
അന്ന് തമാശനെന്ന പോലെ 4 കൈകളും 2 തലയും എന്ന് വെച്ചാൽ ഇവർ 2 പേരും വ്യക്തികളല്ലാതെ ഇവരുടെ കയ്യിൽ ഒന്നും ഇല്ലെന്നാണ്. പക്ഷേ തമാശയ്ക്ക് പറഞ്ഞാണേലും ശരിക്കും പറഞ്ഞാൽ അതൊരു വാസ്തവമായ പ്രസ്താവനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ തലച്ചോറാണ്, അത് മാത്രമാണ് അതിനുള്ള മൂലധനം, അല്ലാതെ വേറൊന്നുമില്ല ഉണ്ടായിരുന്നില്ല ഇവർക്ക്. പക്ഷേ പിന്നീട് അത് ശരിക്കും സത്യമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ തലച്ചോറ്, അന്നത്തെ ഒരു ദർശനവും അവരുടെ തലച്ചോറുമാണ് പിന്നീട് ഈ കമ്പനി ഇത്രത്തോളം വളർത്തിയത്. അന്ന് എന്താണ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ പോലും ആളുകൾക്ക് അറിയില്ല ഇതെന്താണെന്ന്. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് കാണിച്ചു കൊടുക്കാൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നതാണ് കാണിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു മാതൃകയോ ഒന്നുമില്ല. ആ സ്ഥാനത്താണ് ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി ആ പ്രോഗ്രാം വിറ്റാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അല്ലേ അതിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കും? അവസാനം കർണാടക സർക്കാർ ഇവർക്ക് ലോൺ കൊടുക്കാൻ തയ്യാറായി. 33 ലക്ഷം രൂപ ലോൺ സർക്കാർ അനുവദിച്ചു. ആ പൈസ കൊണ്ട് ഇവർ ബാംഗ്ലൂരിൽ കമ്പനി ആരംഭിച്ചു. പക്ഷെ പിന്നീടുണ്ടായതൊക്കെ ചരിത്രമാണ്. പിന്നീട് ഇന്ന് വരെ സംഭവിച്ചതൊക്കെ ചരിത്രമാണെന്ന് പറയാം. കാരണം ഇവരൊന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ഇൻഫോസിസ് എന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, അന്നത്തെ കാലത്ത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എല്ലാവർക്കും അറിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ആ സ്ഥാനത്താണ് ഇവർ ഈ ഒരു സംരംഭം തുടങ്ങി ഇന്നത്തെ സ്ഥിതിയിലേക്ക്. ഇന്ന് എന്താ പറയുന്നത്, പിന്നീടൊക്കെ ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സോഫ്റ്റ്വെയർ സ്ഥാപനമാണ്. അതുപോലെ ശതകോടി കളുടെ ആസ്തിയുണ്ട്. ആ സ്ഥാനത്തേക്ക് വളർന്നത് ഇവരുടെ 2 പേരുടെയും പങ്കാളിത്തവും പരസ്പര ധാരണയും, അല്ലെങ്കിൽ അവരുടെ പരസ്പര സഹകരണവും, ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ പിന്തുണച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ആ ഒരു ഉദാഹരണത്തിൽ നിന്ന്, അല്ലെ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര സഹകരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും വിജയം അവരുടെ പ്രവർത്തന മേഖലയിലും ഉണ്ടാകും എന്നുള്ളതാണ്. അത് തൊഴിലിലായാലും ബിസിനസ്സിലായാലും. അപ്പം ആ ഒരു വിജയം ഇത് നമുക്കും സാധിക്കും. അപ്പം നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളും ചെയ്യേണ്ടത് പരസ്പരം ഭാര്യയ്ക്കും ഭർത്താവിനെയും പരസ്പരം അംഗീകരിക്കാനും, അവരുടെ കഴിവുകളെ അംഗീകരിക്കാനും, അവരുടെ പോരായ്മകളെ തിരുത്താനും പരസ്പരം കഴിയുമ്പോഴാണ് കുടുംബജീവിതം വിജയിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ബിസിനസ് ആണെങ്കിലും തൊഴിൽ മേഖലയാണെങ്കിലും ഏത് പ്രവർത്തന മേഖലയാണെങ്കിലും അത് വിജയിക്കണമെങ്കിൽ പരസ്പര സഹകരണവും സ്നേഹവും പങ്കാളിത്തവും വളരെ ആവശ്യമാണെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്കും ഒരു മാതൃകയായി തീരട്ടെ.